പൊതുപരീക്ഷാ ക്രമക്കേട് തടയാൻ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കിയതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വീഡിയോ സന്ദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമ്മുടെ പരീക്ഷാ സംവിധാനങ്ങളെ കൂടുതൽ ശക്തവും വിശ്വസനീയവുമാക്കുന്ന ബിൽ പാർലമെന്റ് പാസാക്കിയെന്നും പ്രധാനമന്ത്രി വീഡിയോയിൽ പറയുന്നു. ചോദ്യപേപ്പർ മാഫിയയോ ചോദ്യപേപ്പർ ചോർത്തുന്ന സംഘങ്ങളെയോ രാജ്യത്തെ കുട്ടികളുടെ ഭാവിയുമായി കളിക്കുന്ന എന്തെങ്കിലും സംഘങ്ങളെയോ ഒരിക്കലും വെറുതെ വിടില്ലെന്നും പ്രധാനമന്ത്രി പറയുന്നു. ആദ്യം പ്രധാനമന്ത്രിയുടെ ആ വീഡിയോ സന്ദേശം കാണാം. साथियों, विश्वस्त परीक्षा पद्धति, इसके लिए हम लगातार एक के बाद एक कदम उठा रहे हैं। टास्क फोर्स की रचना हो, फास्ट ट्रैक की रचना हो, राज्यों के सुझावों को ध्यान में लेना हो, क्योंकि पिछले कई दशकों से हर राज्य और केंद्र सरकार इस प्रकार की पेपर लीक की परेशानी झेल रहा है। बच्चों के भविष्य को भी इसके कारण संकट पैदा हो रहा है। इन सब को ध्यान में रखते हुए देशव्यापी सभी राज्यों में भी और केंद्र में भी शिक्षा पद्धति में सुधार अनिवार्य हो गया। टेक्नोलॉजी के भरपूर उपयोग की आवश्यकता हो गई और साथ साथ फिर से कोई पेपर माफिया, पेपर लीक करने वाली गैंग, देश के बच्चों के भविष्य के साथ खिलवाड़ करने वाली गैंग, उनको बख्शा नहीं जाएगा। इसलिए कठोर कानूनों की भी जरूरत है। हम संसद में बिल लेकर के गए थे और जैसा मैंने आपको वादा किया था, गत 2 दिन संसद के दोनों सदनों ने, अधिकतम माननीय सांसदों ने विस्तार पूर्वक उससे चर्चा की है और आज दोनों सदनों ने इस कठोर कानूनों वाले, प्रावधानों वाले इस बिल को पास कर दिया है। अब विश्वस्त परीक्षा पद्धति की दिशा में जाने में एक महत्वपूर्ण काम पूर्ण हुआ है। ശ്രീകാന്ത് ഉണ്ട് ഡൽഹിയിൽ നിന്നും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര മനോഹരമാണ്. രാജ്യത്തൊരു പ്രധാനപ്പെട്ട നിയമം, അത് 2 സഭകളും പാസ്സാക്കുന്നു. അതിന് പിന്നാലെ പ്രധാനമന്ത്രി വീണ്ടും എത്തി നമ്മുടെ ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ ഉറപ്പ് നൽകുകയാണ് ഇനി ഇത്തരം സംഘങ്ങളെ നമ്മുടെ രാജ്യത്ത് അങ്ങനെ വളരാൻ അനുവദിക്കില്ല എന്നുള്ളത്. ശ്രീകാന്ത്, ഇന്ന് ഈ ബില്ല് രാജ്യസഭ കൂടി പാസാക്കിയതോടെ പാർലമെന്റിലെ ഇരുസഭകളും ഈ ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുന്നു. ഇനി രാഷ്ട്രപതിയാണ് ഇതിൽ ഒപ്പുവെച്ച് ഇതൊരു നിയമമാക്കി മാറ്റേണ്ടത്. ഇതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ വീഡിയോ സന്ദേശം കൂടി എത്തുന്നത്. നമ്മുടെ പരീക്ഷാ സംവിധാനത്തെ കൂടുതൽ ശക്തവും വിശ്വസനീയവുമാക്കുന്ന ബില്ല് പാർലമെന്റ് പാസാക്കി എന്ന് പ്രധാനമന്ത്രി പറയുന്നു. സുതാര്യവും വിശ്വാസ്യതയുള്ളതുമായ പരീക്ഷാ സംവിധാനം ഉറപ്പാക്കുന്നതിനായി തുടർച്ചയായി ഓരോ നടപടികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനായി ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു, ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം കൊണ്ടുവന്നു, സംസ്ഥാനങ്ങളുടെ നിർദ്ദേശങ്ങളും പരിഗണിക്കുന്നു. കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകളായി എല്ലാ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും പേപ്പർ ചോർച്ച എന്ന പ്രശ്നം നേരിടുകയാണെന്നും ചോദ്യപേപ്പർ മാഫിയയോ ചോദ്യപേപ്പർ ചോർത്തുന്ന സംഘങ്ങളെയോ രാജ്യത്തെ കുട്ടികളുടെ ഭാവിയുമായി കളിക്കുന്ന ഏതെങ്കിലും സംഘങ്ങളെയോ ഒരിക്കലും വെറുതെ വിടില്ലെന്നും അതിനായി കർശനമായ നിയമങ്ങൾ ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറയുന്നു. അത്തരമൊരു ബിൽ ഞങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തതുപോലെ പാർലമെന്റിന്റെ ഇരുസഭകളിലും 2 ദിവസം വിശദമായി ചർച്ച നടന്നു. ഇന്ന് ഇരുസഭകളും ഈ കർശന വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ബിൽ പാസാക്കി. ഇതോടെ വിശ്വാസ്യതയുള്ള പരീക്ഷാ സംവിധാനത്തിലേക്കുള്ള യാത്രയിൽ ഒരു പ്രധാന ഘട്ടം പൂർത്തിയാക്കി എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ, ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാജ്യത്തിന്റെ പ്രധാന സേവകനാണ് അദ്ദേഹമാണ്. വീണ്ടും യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഇനി ഈ സംവിധാനത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ചോദ്യപേപ്പർ ചോർത്താനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായാൽ അതിനെതിരെയൊക്കെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ഉറപ്പ് നൽകുന്നത്. ഇനി പ്രധാനപ്പെട്ടത് ഈ നിയമ ഭേദഗതി അത് രാജ്യത്തിന്റെ രാഷ്ട്രപതി ഒപ്പുവെക്കുകയും അത് രാജ്യത്തെ നിയമമായി മാറുകയും ചെയ്യുക എന്നുള്ളതാണ്.